ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അത്തം മുതൽ 10 ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു മന്ത്രം നമ്മൾ എല്ലാ ദിവസവും 108 തവണ വെച്ച് ജപിക്കണം. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതായത് അടുത്ത വർഷത്തെ തിരുവോണം വരെ നമ്മുടെ വീട്ടിൽ സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ള ഒരു പ്രാർത്ഥന വെച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം. അങ്ങനെയല്ല, ഒരു കാര്യസാധ്യം വേണം നിങ്ങൾക്ക്. അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ആ ആഗ്രഹം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏത് രീതിയിൽ ചൊല്ലണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താണ് ആ മന്ത്രം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അത്തം 10 പൊന്നോണം എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണെങ്കിലും തിരുവോണം നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ നോക്കിയാലും സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാണ് തിരുവോണം വരുന്നത്. പക്ഷേ ഇവിടെ അത്തം നക്ഷത്രം നമുക്ക് നാളെ ആരംഭിക്കും. അതായത് നാളെ ചൊവ്വാഴ്ച അതികാലെ 12:30 കൂടിയിട്ട് അത്തം നക്ഷത്രം ആരംഭിച്ചിട്ട് ബുധനാഴ്ച രാവിലെ 6:04 അത്തം നക്ഷത്രം അവസാനിക്കും. അതുകൊണ്ട് തന്നെ അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അത്തം നക്ഷത്രം ഉള്ള സമയത്ത് തന്നെ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ സമയം ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച രാവിലെ 6-4 ഇടയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾ ചൊല്ലാവുന്നതാണ്. നാളെ ചൊവ്വാഴ്ച ചൊല്ലി തുടങ്ങുന്നവർക്ക് സെപ്റ്റംബർ 4 വ്യാഴാഴ്ച ആകുമ്പോൾ 10 ദിവസമാകും. ബുധനാഴ്ച ചൊല്ലി തുടങ്ങുന്നവർക്ക് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച ആകുമ്പോൾ 10 ദിവസമാകും. അന്ന് തിരുവോണം നക്ഷത്രം ഉള്ളൊരു ദിവസവും കൂടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ആ ഒരു ഫ്ലോയിൽ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് ചൊല്ലിപ്പോയാൽ മതിയാകും. ഇനി തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്ന്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച തുടങ്ങിയാൽ മതി. ബുധനാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാൻ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇതെന്ന് തുടങ്ങുന്നു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ 10 ദിവസവും ഒരേ സമയത്ത് ഇത് ഫോളോ ചെയ്യണം. അതായത് ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഈ 10 ദിവസവും രാവിലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം. ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഗ്യാപ്പ് വരാനും പാടില്ല. അതായത് ആദ്യത്തെ ദിവസം നിങ്ങൾ വെളുപ്പിനെ ഒരു 5 മണിക്ക് ചൊല്ലിയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു 5:15 ഉള്ളിലെങ്കിലും ചൊല്ലി സമർപ്പിച്ചിരിക്കണം. 15 മിനിറ്റിൽ കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൊല്ലിയിട്ട് നോൺ വെജ് കഴിക്കാവുന്നതാണ്. ഇനി ഓണമാണ്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും, ബന്ധു വീട്ടിൽ പോകും, അവിടെ പോയിരുന്ന് ചൊല്ലാമോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും. അവിടെ പോയിരുന്നും ചൊല്ലാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സമയം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലോട്ട് പോയാലും ഈ ഒരു സമയക്രമം പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്തു ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ മഹാവിഷ്ണുവിൻ്റെ, വെങ്കടേശ്വര ഭഗവാന്റെ, കൃഷ്ണൻ്റെ, അതായത് ഭഗവാന്റെ അവതാരങ്ങളോ ഭഗവാന്റെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ആ ഫോട്ടോ ഒന്ന് തുടച്ച് അതിന് പൊട്ടുവെച്ച് തുളസിമാലയോ അല്ലെങ്കിൽ മുല്ലപ്പൂമാലയോ ഇതിലെന്താണോ നിങ്ങൾക്ക് ചാർത്താൻ പറ്റുന്നത് അത് ചാർത്തി, ഇത് രണ്ടും കിട്ടാത്തവർ നിങ്ങളുടെ വീട്ടിൽ ഉള്ളതെന്തോ, തെച്ചിപ്പൂ ഭഗവാൻ ഇഷ്ടമാണ്, താമരപ്പൂ ഭഗവാൻ ഇഷ്ടമാണ്, മുല്ലപ്പൂ ഇല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് പുഷ്പമാണെങ്കിലും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയോടുകൂടി നീ എനിക്ക് വെറും ഒരു പത്രം സമർപ്പിച്ചാലും ഞാനത് 2 കൈകളും നീട്ടി സ്വീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഭക്തിയാണ് ഇവിടെ മുഖ്യം. അങ്ങനെ ഭഗവാന് നമ്മൾ സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് മുൻപിലായിട്ടൊരു നെയ്ദീപം കൊളുത്തി വെക്കണം. നെയ്ദീപമാണ് ഇവിടെ ഏറ്റവും നല്ലത്. നെയ്ദീപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം നെയ്യ് ആഗിരണം ചെയ്യും. അതുകൊണ്ട് നെയ്ദീപം കൊളുത്തണം. ഇനി നെയ്യ്
കൊളുത്താൻ സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് നല്ലെണ്ണ കൊണ്ട് ദീപം കൊളുത്താവുന്നതാണ്. അതിൻ്റെ ജ്വാല ഭഗവാനെ നോക്കിയിരിക്കണം, അതായത് ആ ഫോട്ടോയിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ദീപം കൊളുത്തി വെക്കാൻ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പേപ്പർ എടുക്കണം. അതായത് വെള്ള കളറിലെ പേപ്പർ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി റോസ് വാട്ടറിലോ ശുദ്ധമായ ജലത്തിലോ കലക്കി തേച്ചെടുക്കണം. മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരു കാരകത്വം നിറഞ്ഞതാണ്. നമ്മൾ ഈ വെള്ളയിൽ ഗുരു കാരകത്വം നിറഞ്ഞ മഞ്ഞൾ തേക്കുമ്പം, വെളുപ്പ് എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു ശുക്ര ചേർച്ച അവിടെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമ്മളൊരു തുളസി ഇലയും കൂടി ഇതിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബുധഭഗവാന്റെ കടാക്ഷവും ലഭിക്കും. ഗുരു ശുക്ര ബുധ സംയോജനം ഇവിടെ സംഭവിക്കുന്നത് വഴി നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം സാധിച്ചു കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, വെളുത്ത ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ മഞ്ഞ കളറിലെ മഞ്ഞൾ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അത് ഉണക്കിയെടുക്കണം. ഇത് നിങ്ങൾക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ചെയ്തു വെക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങി കിട്ടണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്വസ്തിക് വരയ്ക്കുക. ഇത് ഞാൻ ഇതിലിങ്ങനെ ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇത് കുത്തുകളൊന്നും നേരെ അല്ലാത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുത്തുകളൊക്കെ കറക്റ്റായിട്ടിരിക്കണം. 9 കുത്തുകൾ ഒരേപോലെ നേരെ താഴോട്ടും നേരെയായിട്ടിടണം. എന്നിട്ട് ഈ രീതിയിലാണ് നമ്മൾ സ്വസ്തിക് വരയ്ക്കേണ്ടത്. ഇത് ശുഭ സ്വസ്തിക്കാണ്. അല്ലാതെ ക്രോസ് ഇട്ട് നമ്മൾ വരയ്ക്കരുത് ഒരിക്കലും, അത് അശുഭ സ്വസ്തിക്കാണ്. ഇങ്ങനെ സ്വസ്തിക് വരച്ചിട്ട് സ്വസ്തിക്കിനും 4 കാലുകളും വരച്ച് ക്ലോക്ക് വൈസിൽ നമ്മൾ അതിലെ 4 കുത്തുകളും ഇടുന്നു. ഇട്ടതിന് ശേഷം 2 സൈഡിലും 2 വര. ഇത് ശുഭത്തെയും ലാഭത്തെയും പ്രദാനം ചെയ്യുന്നുവെന്നും, സ്വസ്തിക് എന്നുള്ളത് ഗണേശ ഭഗവാൻ ആയതുകൊണ്ട് അപ്പുറവും ഇപ്പുറവും വരയ്ക്കുന്ന 2 സിദ്ധിയും ബുദ്ധിയും ആണെന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും ഇത് ഈക്വലി കണക്റ്റഡ് ടു ഡിവൈൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചതിന് ശേഷം അതിന് താഴെ ഓം നമോ നാരായണായ എന്നെഴുതണം. ഇതെല്ലാം ഗ്രീൻ കളറിലെ മാർക്കർ സ്കെച്ച് പെൻ പേന കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷ തിരുവോണം വരെ സർവ്വസമ്പൽ സമൃദ്ധി എൻ്റെ കുടുംബത്തിന് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് എഴുതാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ പർട്ടിക്കുലറായിട്ടുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രം എഴുതുക. എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത്, ഒരു തുളസി ഇല എടുക്കുക. നല്ല തുളസി ഇല നോക്കി, അതായത് ഒരു തുളസിയുടെ മണ്ടയിൽ നിന്ന് നമ്മളിങ്ങനെ ഒടിച്ചെടുക്കണം. ആ തുളസി ഇല നനഞ്ഞിരിക്കരുത്. നനഞ്ഞ തുളസി ഇലയാണെങ്കിൽ നേരത്തെ പറിച്ചു വെച്ചത് ഒന്ന് ഉണക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ നനവ് അതിലുണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ പേപ്പറിന് മുകളിലായിട്ട് വെക്കണം. ഒപ്പം തന്നെ 2 വെറ്റിലയും 1 പാക്കും കൂടിയിട്ട് ഈ കൂടെ വെക്കണം. വെറ്റിലയും പാക്കും പുതിയതായിരിക്കണം, ഉപയോഗിച്ചെടുക്കരുത്. അതായത് വീട്ടിലുള്ള പഴയ പാക്ക് എടുക്കാൻ പാടില്ല. പുതിയത് തന്നെ എടുത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ച് വെക്കണം. ഇനി ഈ ഒരു വെറ്റില പാക്ക് കിട്ടാനില്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾ തുളസിയില മാത്രം വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് നമ്മുടെ 2 കൈയിലും എടുത്ത് നമ്മൾ ഭഗവാനോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കണം. ഈ 10 ദിവസം ഞാൻ ഭഗവാന്റെ ഈ നാമം ചൊല്ലിയേക്കാം. നാമം ഞാൻ പറഞ്ഞു തരാം. ഈ നാമം ഞാൻ ചൊല്ലിയേക്കാം. ഭഗവാനെ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം, എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എഴുതിയ ആഗ്രഹം സർവ്വസമ്പൽ സമൃദ്ധിയാണെങ്കിൽ ആ ഒരു സർവ്വസമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തരണമേ, അതിനുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ കാണിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അത് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിനടുത്തായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ 108 തവണ ഓം നമോ നാരായണായ എന്നുള്ള ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രം അവിടെ ഇരുന്ന് ജപിക്കുക. ഇത് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ പതിയെ ഓരോ താമരപ്പൂക്കൾ ഭഗവാന്റെ ആ ഒരു മനോഹരമായ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം ഓരോ മന്ത്രവും ചൊല്ലി ഭഗവാന് സമർപ്പിക്കാൻ. നമ്മളത് മനക്കണ്ണിൽ കാണണം. നമ്മൾ ഭഗവാന്റെ പാദത്തിൽ ഓരോ നാമവും ഓരോ പൂക്കൾ പോലെ സമർപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ചൊല്ലി
അവിടുന്ന് വീണ്ടും നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കണം. ഈ 10 ദിവസവും ഭഗവാന് എന്തെങ്കിലും നിവേദ്യം, ഏറ്റവും ശ്രേഷ്ഠം അവല് വെക്കുന്നതാണ്. അവലും അതേപോലെ തന്നെ അതിലൊരു തുളസിയിലയും കൂടി സമർപ്പിക്കാം. ഇല്ലെങ്കിൽ പഴം സമർപ്പിക്കാം. നിങ്ങൾക്ക് എന്താണോ വീട്ടിലുള്ളത് അത് ഭഗവാന് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേക്കാം. ആ ഒരു പേപ്പർ അന്നത്തെ ദിവസം അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ആ പേപ്പറിൻ്റെ കൂടെ നമ്മൾ വെറ്റിലയും പാക്കും വെച്ചിട്ടുണ്ട്. ആ വെറ്റിലയും പാക്കും എടുത്ത് നിങ്ങളുടെ വീട്ടിലെ തുളസിച്ചെടിയുടെ അടുത്ത് പോകണം. ആദ്യത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ട് വേണം ആ വെറ്റിലയും പാക്കും കൊണ്ട് നമ്മൾ തുളസിച്ചെടിയുടെ അടുത്ത് പോകാൻ. പിറ്റേ ദിവസം മുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ചെയ്യാം. അതായത് സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുൻപുമായിട്ട് ഏതൊരു സമയത്തും ചെയ്യാം. ആദ്യത്തെ ദിവസം മാത്രം നിങ്ങൾ ഭഗവാന് പ്രാർത്ഥന ചെയ്തിട്ട് മാത്രം ഈ ഒരു വെറ്റിലയും പാക്കും എടുത്തിട്ട് തുളസിച്ചോട്ടിൽ പോകുക. ആദ്യത്തെ ദിവസം മാത്രം നമ്മൾ വെറ്റിലയും പാക്കും ഭഗവാന് സമർപ്പിച്ചാൽ മതി, തുളസിച്ചോട്ടിലും സമർപ്പിച്ചാൽ മതി. ചെയ്യേണ്ടുന്ന കാര്യം, ഭഗവാനെ പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു നമ്മൾ ആ വെറ്റിലയും പാക്കുമായിട്ട് നിങ്ങളുടെ വീട്ടിലെ തുളസിച്ചെടിയുടെ അടുത്ത് ചെന്നിട്ട് തുളസിച്ചെടിക്ക് ആദ്യം തന്നെ ജലം സമർപ്പിക്കണം. നിങ്ങൾ എടുക്കുന്ന ജലത്തിൽ ഒരു സ്പൂൺ, വെറും 1/2 സ്പൂൺ പാലും കൂടിയിട്ട് ഒഴിച്ചിട്ട് അത് നമ്മൾ തുളസി ദേവിക്ക് സമർപ്പിച്ച് തുളസിക്ക് 3 വലം വെക്കണം. വലം വെക്കുമ്പം നമ്മുടെ കയ്യിൽ ആ ഒരു വെറ്റിലയും പാക്കും ഉണ്ടായിരിക്കണം. ഇനി വലം വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളവർ മനസ്സിൽ വലം വെക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ വെറ്റിലയും പാക്കും കൊണ്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ തുളസിച്ചോട്ടിൽ ആ ഒരു വെറ്റിലയും പാക്കും വെച്ച് ആ തുളസിച്ചെടിയുടെ ഇലയിലോ കമ്പിലോ അല്ലെങ്കിൽ ആ നട്ടു വെച്ചിരിക്കുന്ന മണ്ണിലോ തൊട്ട് നിങ്ങളകത്ത് ഭഗവാൻ എഴുതി സമർപ്പിച്ച അതേ ആഗ്രഹം തുളസി ദേവിയോടും പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ദീപമൊക്കെ തെളിയിച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ 10 ദിവസവും തുളസിച്ചോട്ടിലൊരു നെയ്ദീപം കൊളുത്തി വെച്ചാൽ അത് നല്ലതാണ്. സാമ്പ്രാണി പുകയൊക്കെ കാണിക്കാം, സാമ്പ്രാണിയും കത്തിച്ച് വെക്കാം. ഇത് ചെയ്യാത്തവർക്ക് നിർബന്ധമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നിങ്ങളുടെ റുട്ടീൻസ് ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം മുതൽ, ആദ്യത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം മുതൽ എന്നത്തെയും പോലെ ഭഗവാൻ എന്തെങ്കിലും പൂ സമർപ്പിച്ചു, ദീപം കൊളുത്തി വെച്ചു, ഭഗവാന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ തുളസിച്ചോട്ടിൽ വരുന്നു, തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുന്നു, 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നു, തൊട്ട് തൊഴുന്നു, ആഗ്രഹം പറയുന്നു. ആദ്യത്തെ ദിവസം മാത്രമാണ് നമ്മൾ ഈ എഴുതുന്നതും വെറ്റിലപ്പാക്ക് സമർപ്പിക്കുന്നതൊക്കെ. ആദ്യത്തെ ദിവസം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ നിങ്ങൾക്ക് മടക്കിയിട്ട് ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് പുറകിലായിട്ട് വെക്കാം. വിഗ്രഹമാണെങ്കിൽ വിഗ്രഹത്തിൻ്റെ അടിയിലായിട്ട് വെക്കാം. ഇനി വിഗ്രഹവും ഫോട്ടോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മടക്കി നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് 10 ദിവസവും സൂക്ഷിച്ചു വെക്കാം. 10ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ 1080 പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ ചൊല്ലി തീർത്തിരിക്കും. തിരുവോണത്തിൻ്റെ അന്ന് വിഷ്ണു ക്ഷേത്രം ദർശിക്കാൻ പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിരുന്നും ഈ ഒരു നാമം ചൊല്ലാം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്നത് ആ ഒരു പേപ്പർ അവിടെ നിന്ന് എടുക്കുക, അത് മടക്കി അതോടുകൂടി ക്ഷേത്രത്തിൽ പോകുക, ഭഗവാൻ ഒരു തുളസിമാലയോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക, നെയ്ദീപം കൊളുത്തി വെക്കുക, അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ ഈ ഒരു പേപ്പർ മടക്കിയിട്ടിട്ട് അവിടെ ഇരുന്ന് 108 തവണ ഓം നമോ നാരായണായ ചൊല്ലുക. അന്നത്തെ ദിവസം പോകാൻ സാധിക്കാത്തവർ ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തീർച്ചയായും വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. ഭഗവാന് മഞ്ഞപ്പെട്ട്, നെയ്ദീപം, തൃക്കൈ വെണ്ണ, തുളസിമാല, ഇതിൽ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് കൊടുത്തിട്ട് ഭഗവാന്റെ മുൻപിൽ ഈ ഒരു പേപ്പർ ഭണ്ഡാരത്തിൽ മടക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം. ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞത് ഭഗവാൻ സാധിച്ചു തന്നു എന്നുണ്ടെങ്കിൽ അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ. അങ്ങനെയല്ല, ഇപ്പം സർവ്വസമ്പൽ സമൃദ്ധിയൊക്കെയാണ് നിങ്ങൾ എഴുതി വെച്ചത് എന്നുണ്ടെങ്കിൽ ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക. നാമജപത്തിന് വളരെയധികം ശക്തിയുണ്ട്. നമ്മൾ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്ന ഓരോ നാമവും ഭഗവാൻ സ്വീകരിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ വന്ന് വീഴുന്ന പുഷ്പാർച്ചനയായിട്ടാണ്. അത് ഭഗവാൻ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കും. അത് ഒരു സമയമാകുമ്പം ഭഗവാൻ നമുക്ക് ഒരു പേമാരി പോലെ കൊട്ടിക്കുടഞ്ഞി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ ഈ മന്ത്രങ്ങൾ ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചൊല്ലുന്ന ഓരോ മന്ത്രത്തിനും, നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങൾക്കും, നിങ്ങൾ തെളിയിക്കുന്ന ഓരോ ദീപത്തിനും
ഭഗവാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം ഇത് ചെയ്തു നോക്കിയാൽ ഫലം 100% നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.